മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2009, 2014, 2019 ഈ 3 തവണയായിട്ട് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള ആണ് ശശി തരൂർ. തരൂർ ഇക്കുറി 4ാം തവണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. 2009 മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എതിരെ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. മലയാളം അറിയില്ല, മലയാളി അല്ല എന്നൊക്കെ പറഞ്ഞ്. അദ്ദേഹം ജനിച്ചതൊക്കെ വിദേശത്താണ്, വിശ്വപൗരനാണ്. ഇപ്പോൾ അവസാനം വന്നപ്പോൾ നമ്മുടെ പെരുന്നയിലെ പോപ്പ് വരെ അംഗീകരിച്ചു. വിശ്വപൗരൻ മാത്രമല്ല, വിശ്വനായരുമാണ്, നല്ല നായരാണ്, ചെവി പൂടെയുള്ള നായരാണ് എന്നൊക്കെ അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ തരൂർ ഇക്കുറി, അതായത് 2024 മത്സരിക്കാതെ മാറി നിൽക്കാമായിരുന്നു. കാരണം കേന്ദ്രത്തിൽ എന്തായാലും അധികാരത്തിൽ വരാൻ പോകുന്നത് 3ാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ്. ഇത് മാറ്റമില്ലാത്ത കാര്യമാണ്. ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന കാര്യവുമാണ്. ഇന്ത്യ മുന്നണി ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ശിഥിലമായി തീരും. കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ അത്രയേ പിമാരെയെങ്കിലും കിട്ടിയാൽ ഭാഗ്യം. തരൂരിനെ കുറിച്ച് 2009 മത്സരിക്കാൻ വരുമ്പോൾ പല ആക്ഷേപങ്ങളും ഒക്കെ പറഞ്ഞതാണ്. മലയാളം അറിയില്ല, മലയാളിയല്ല, ജനിച്ചത് ഇവിടെയല്ല, ജനിച്ചതൊക്കെ വിദേശത്ത് തന്നെയാണ്. പക്ഷേ തരൂർ എന്തായാലും ഇക്കുറി മത്സരിക്കണ്ടായിരുന്നു. കാരണം തരൂരിന് ഒരു വലിയ അംഗീകാരം തന്നെ ഈ 3 തവണയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കേരളീയരുടെ ഇടയിൽ വലിയൊരു അംഗീകാരമാണ് അത്. അതിനകത്ത് ഈ നായർ സമുദായത്തിൻ്റെ ഒരു പിൻബലവും കൂടി തരൂരിന് കിട്ടിയിട്ടുണ്ട്. കാരണം മത്സരിക്കണ്ട എന്ന് പറഞ്ഞത്, ഒന്ന്, ഈ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരൂർ എവിടെ നിന്ന് അങ്ങ് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാകും. അതുകൊണ്ട് ഇവിടെ ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ ആണ് മത്സരിക്കുന്നത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട്. തരൂരിനോട് എതിരിടാൻ തക്കവണ്ണം ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ പല തവണത്തെയും നമ്മൾ ഇതിൻ്റെ കൃത്യമായ ഒരു വോട്ട് വിഹിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ തരൂരിനെ എപ്പോഴും കനിഞ്ഞിട്ടുള്ളത് ഈ തീരദേശ മേഖലയും ന്യൂനപക്ഷ വോട്ടുകളുമാണ്. അതായത് പാറശാല, നെയ്യാറ്റിൻകര, വിഴിഞ്ഞം നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടുകളാണ് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഒരിക്കൽ നമുക്കറിയാം, ഒ രാജഗോപാലുമായിട്ട് മത്സരിക്കുമ്പോൾ ഏതാണ്ട് വിജയം അടുത്തെത്തി. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് തരൂര് വിജയിച്ചു കയറിയത്. അന്ന് അവിടെ ബി.ജെ.പി അക്കൗണ്ട് തുറന്നു എന്ന് സകല മാധ്യമങ്ങളും തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇക്കുറി എന്തായാലും ഈ തരൂരിനെ ഒക്കെ തന്നെ കടത്തി വെട്ടിയിരിക്കുകയാണ്. ഈ നഗരി കേന്ദ്രീകൃതമായിട്ടുള്ളിടത്തു നിന്ന് രാജീവ് ചന്ദ്രശേഖർ വോട്ട് സമാഹരിക്കാൻ കഴിയുന്നുണ്ട്. തരൂര് ഇടപെടാൻ കഴിയാത്ത പലയിടങ്ങളിലും 3 തവണയായിട്ട് MP ആയിരുന്നിട്ട് പോലും ചെയ്യാൻ കഴിയാതിരുന്ന കാര്യമാണ് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് പൊഴിയൂരിലെ പ്രശ്നം പരിഹരിച്ചു. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റും. എന്തായാലും മോദി 3ാം വട്ടം അധികാരത്തിൽ വരും, രാജീവ് ചന്ദ്രശേഖർ ഒരു കേന്ദ്രമന്ത്രിയാകും എന്നുള്ളത് ഉറപ്പാണ്. അത് തിരുവനന്തപുരത്തിന് വലിയ ഒരു വികസനത്തിലേക്ക് കുതിക്കും എന്നുള്ള കാര്യവും ഉറപ്പായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ളിടത്ത് വോട്ട് ബി.ജെ.പിക്ക് മുൻപ് കിട്ടിയതിനേക്കാൾ അത് കൂടും. അതുപോലെ തന്നെ തീരദേശ മേഖലകളിൽ നിന്നും ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് കൂടുതലായിട്ട് സമാഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. CPI പിന്നെ 3ാം സ്ഥാനത്തേക്ക് തന്നെയായിരിക്കും പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം എന്ന് പറയുന്നത് തരൂരും രാജീവ് ചന്ദ്രശേഖറുമാണ്. രാജീവ് ചന്ദ്രശേഖർ വളരെ ഉയരങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ശശി തരൂർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഭരണം പിടിക്കാൻ പറ്റും കോൺഗ്രസിന്. പക്ഷേ തരൂരിനെ അങ്ങനെ മുന്നിൽ നിർത്താൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറാകുമോ? വെട്ടിനിരത്തും. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് രംഗത്തേക്ക് വന്നപ്പോൾ പോലും തരൂരിനെ ആദ്യം വെട്ടിയത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്മാരാണ്.
അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഈ കഴിവുള്ള ഒരു ദിഷണ വൈഭവമുള്ള തരൂരിനെ ഒന്നും അംഗീകരിക്കാൻ ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും തരൂര് 4ാം വട്ടം ഇറങ്ങുമ്പോൾ പരാജയത്തിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അത് കാരണം തരൂര് കഴിവുകേടെന്നല്ല, തരൂരിനേക്കാൾ എത്രയോ പടി ഉയരങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. പിന്നെ 3ാം വട്ടവും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതും ഈ തിരുവനന്തപുരത്തെ വോട്ടർമാർ നോക്കും എന്നുള്ളതാണ്.